ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നു, യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ, ഇന്നൽ വാലിദൈനി ബാബും മിൻ അബ്വാബിൽ ജന്ന. മോനെ, നിന്റെ ബാപ്പയും ഉമ്മയും എന്നുള്ളത് നിനക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള വാതിലുകളാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഇൻ റളിയാ അൻക മളൈത ഇലൽ ജന്ന. ആ ബാപ്പയും ഉമ്മയും നിന്നെ സംബന്ധിച്ച് തൃപ്തിയുള്ളവരാണോ, പൊരുത്തമുള്ളവരാണോ? എന്റെ മകൻ എന്നെ നല്ലപോലെ നോക്കിയിട്ടുണ്ട്, എനിക്കെല്ലാം എന്റെ മകൻ ചെയ്തിട്ടുണ്ട് എന്ന ഒരു നല്ല തൃപ്തിയുടെ റിളായുടെ മനസ്സാണോ നിന്റെ ബാപ്പക്കും ഉമ്മക്കും ഉള്ളത്? എന്നാൽ മളൈത ഇലൽ ജന്ന, നല്ല സുഖം പോലെ നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാം. എന്നിട്ട് ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനോട് പറയുന്നു, വ ഇൻ സഖിതാ, ആ ബാപ്പയും ഉമ്മയും നിന്നോട് വെറുപ്പിലാണോ? എന്നെ മകൻ നോക്കിയില്ല, എന്നെ ചീത്ത പറഞ്ഞു, എന്നാ നിലക്ക് നിന്റെ ബാപ്പയും ഉമ്മയും നിന്നോട് അതാ സന്തോഷത്തിലല്ലേ, വെറുപ്പിലാണോ? എങ്കിൽ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുജിബ്ത, നിനക്ക് സ്വർഗം തടയപ്പെട്ടുപോയി, നിന്റെ സ്വർഗത്തിന്റെ വാതിൽ അടക്കപ്പെട്ടുപോയി. നിന്റെ ബാപ്പ നിന്നോട് പിണക്കത്തിലാണോ? ഈ ഉമ്മയോട് പിണക്കത്തിലാണോ? എത്രയോ കാലം ഉമ്മയോട് ബാപ്പയോട് മിണ്ടാതെ പിണങ്ങി നിന്നിട്ട് ഉമ്മ മരിച്ചെന്ന് മാത്രം പോയിട്ട് ഉമ്മന്റെ ജനാസന്റെ അടുത്ത് പോയി നീ കരഞ്ഞിട്ടുണ്ടോ? ബാപ്പനെ കാണാതെ, ബാപ്പ രോഗിയായി കിടന്നിട്ട് ചിന്തിക്കാതെ, നോക്കാതെ, ശുശ്രൂഷിക്കാതെ ആ ബാപ്പ മരിച്ച ദിവസം മാത്രം പോയിട്ട് കണ്ണുനീരൊലിപ്പിച്ചിട്ട് എന്താ കാര്യം? നിന്റെ സ്വർഗത്തിന്റെ വാതിൽ അടക്കപ്പെട്ടു പോയി മനുഷ്യ. ആ ബാപ്പയും ഉമ്മയും നിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങളാണ്.